ഞാലിബില്ലി. അപ്പം ഞാനിപ്പോൾ എനിക്ക് ഒരാൾ അയച്ചു തന്നതാണ് ഒരു വീഡിയോ. അതായത് നമ്മുടെ മൂവാറ്റുപുഴക്കാരില്ലേ, അഭിലാഷ് ആട്ടായവും മാഹിൻ മൂവാറ്റുപുഴയും. അപ്പോൾ അവന്മാരുടെ രണ്ടുപേരുടെ ഒരു വീഡിയോ ആണ് ഇനി കാണാൻ പോണത്. അതായത് ആ വീഡിയോ എന്ന് പറഞ്ഞാൽ ഹോട്ടലിൽ കയറി മറ്റോണം കുഴിമന്തിയും അതൊക്കെ നല്ലോണം തട്ടി കയറ്റി വയറ് ഫുള്ളാക്കി പുറത്തിറങ്ങിയിട്ട് ക്യാഷിലിരിക്കണവരോട് പറയാം ഞങ്ങൾ ഫുഡ് ബ്ലോഗ് ചെയ്യണവരാ, അപ്പം ഞങ്ങൾക്ക് പൈസ ഒന്നും ഇല്ലല്ലേ, പൈസ തരാൻ സൗകര്യമില്ലെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി. അങ്ങനെയാണ് അറിഞ്ഞത്. ഇനി ശരിയാണോ എന്നൊന്നും അറിയില്ല, ഇതുവരെ നാടകമാണോ എന്നൊന്നും അറിഞ്ഞൂടാ. കാരണം ഇങ്ങനെ കോമാളിതരം കാട്ടിക്കട്ടി നടക്കുന്നതല്ലേ ഇവരും ഇവരുടെ കൂട്ടത്തിലുള്ള ആ പെരേര പൊട്ടനും. അപ്പോൾ എന്താണ് സംഭവം എന്നൊന്നും അറിയില്ല. എന്തായാലും നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണുക, എന്നിട്ട് ഞാൻ പറയാം. നിന്റെ വീട് സമാജ കാര്യമായിട്ട് പറഞ്ഞാൽ നീ എന്നെ ഇപ്പൊ വെല്ലുവിളിക്കട്ടെ. നിന്റെ വീടിന്റെ അവതരം കയറി ഞാൻ നിന്റെ വീടിന്റെ അവതരം കയറി ഞാൻ പോകുന്നു. കഴിക്കുന്നത് കാണാം നീ എന്നെ വീട്ടിൽ നിന്റെ വീടിന്റെ അവതരം ഇയാൾ പറഞ്ഞ നീ പറയുന്നുണ്ട്. നീ ഈ കഴിഞ്ഞ പ്രാവശ്യം വീട്ടിൽ എവിടെ തരുമോ നിങ്ങളെല്ലാം തരുമോ? നിങ്ങൾ രണ്ടുപേരും മാറി മാറി ഇതെല്ലാം ഞങ്ങൾ കേട്ടോണ്ടിരുന്നാ. പിന്നെ അന്ന് ഞങ്ങൾ ശ്രമിച്ചു. ആയിക്കോട്ടെ, എനിക്ക് കടപ്പാണേ. ഇന്ന് നിന്റെ വീടിന്റെ അവതരം കയറിയിട്ട് ഞാൻ പോകുന്നു. അല്ല എനിക്കൊന്ന് കാണണം. ഞാൻ നിന്റെ വീടിന്റെ വാഹനങ്ങളൊക്കെ അങ്ങോട്ടേക്ക് ഡെയിലി പോലെ. പിന്നെ നീ എന്നെ പുറത്തിറങ്ങി നോക്കിയത് ഞാൻ നിന്റെ വീടിനകത്ത് നിന്റെ വിഷയത്തിൽ നിന്റെ അത്ര കണ്ടപ്പേ പോകും. അതിനുള്ള ഞാൻ പുരോഗമിക്കുന്നുണ്ട്. അതിനുള്ള ഞാൻ പുരോഗമിക്കുന്നുണ്ട്. ഈ പുറത്തെ വെല്ലുവിളിക്കാൻ കൈകാര്യം വെല്ലുവിളിക്കാൻ സത്യസന്ധമായിട്ടില്ല. നീ കേട്ടാ മതിയോ? ഓണായി കൂടെ പറഞ്ഞാൽ മതിയോ? ആവശ്യമില്ലാതെ പറയരുത്. നമ്മൾ പറഞ്ഞിട്ടില്ലാട്ടാ. ണ്ടല്ലോ ഇത് സ്ക്രിപ്റ്റഡ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഹോട്ടലിന് പുറത്തിറങ്ങിയിട്ടാണ് ഇമാതിരി ആ ഹോട്ടലുകാരൊക്കെ തല്ലാൻ വന്നതും തല്ലണതും. അത് ഒരിക്കലും സ്ക്രിപ്റ്റഡ് ആവാൻ സാധ്യതയില്ല. സ്ക്രിപ്റ്റഡ് ആണെങ്കിൽ അതെന്തായാലും ഹോട്ടലിൻ്റെ ഉള്ളിൽ വെച്ച് തന്നെ ആയിരിക്കുള്ളൂ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇതിപ്പോൾ അവിടുത്തെ പണിക്കാർ വരെ ഇവരെ തല്ലാൻ വന്നു. പണിക്കാർ വരെ, അതായത് ഉള്ളിൽ കിച്ചണിൽ പണിയെടുക്കണവർ വരെ ഈ രണ്ട് ഇത്തിൽക്കണ്ണികളെ തല്ലാൻ വന്നു. അപ്പോൾ എന്തായാലും സ്ക്രിപ്റ്റഡ് അല്ല, കാര്യം വ്യക്തമാണ്. അതായത് ഇവന്മാർ ഈ ഹോട്ടലിൽ തന്നെ 2-3 തവണ ഇതിനു മുമ്പ് പോയി ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ ഫുഡ് ബ്ലോഗ് ചെയ്യുന്നവരാ എന്നും പറഞ്ഞ് ഇറങ്ങിപ്പോന്നു പൈസ കൊടുക്കാണ്ട്. അങ്ങനെ 3ാമത്തെ തവണ വീണ്ടും കയറിയപ്പോഴാണ് അതിൻ്റെ മുതലാളിക്ക് അങ്ങോട്ട് പിടിക്കേണ്ടി വന്നത്. എന്നിട്ട് മുതലാളിയാണ് ഇവന്മാരെ ആദ്യം കൈയേറ്റം ചെയ്യുന്നതും കാര്യങ്ങളും. അപ്പോൾ ഇത് ഒരിക്കലും സ്ക്രിപ്റ്റഡ് ആണെന്ന് തോന്നുന്നില്ല. കാരണം അല്ലെങ്കിൽ പിന്നെ ഹോട്ടൽ ഞാൻ പറയാം, അതായത് ക്യാഷ് കൗണ്ടർ സ്ക്രിപ്റ്റഡ് ആണെങ്കിൽ ഉള്ള കാര്യം പറയാമല്ലോ, അത് ഈ ക്യാഷ് കൗണ്ടറിലായിരിക്കും ഇവന്മാരുടെ ഈ തോന്നിയാസം മുഴുവൻ നടക്കാൻ പോണത്. ഇതിപ്പോൾ പുറത്തിറങ്ങി തല്ലിയിട്ട് അകത്ത് കയറി വീണ്ടും തല്ലണ്ട് ഈ അഭിലാഷ് ആട്ടയത്തിനെ. അപ്പോൾ അവിടെ ഇരുന്ന കസ്റ്റമേഴ്സൊക്കെ ഇറങ്ങി പോകണുണ്ട്. അവരോടൊന്നും ഇവർ പറയണമില്ല, ഈ ഹോട്ടലിലെ ആൾക്കാർ പറയണമില്ല ഇരിക്കി ഇത് കുഴപ്പമില്ലെന്ന് പറയല. അപ്പോൾ ഇത് സ്ക്രിപ്റ്റഡ് അല്ല. കാരണം ഇവന്മാരുടെ സ്ഥിരം പരിപാടി ഇത് തന്നെയാണ്.
ഈ ഹോട്ടലിൽ തന്നെ 2-3 തവണ കയറിയിട്ടുണ്ടെന്ന്. 2 തവണ ഇതിനു മുമ്പ് കയറിയിട്ടുണ്ട്. അപ്പം 3-ാമത്തെ തവണ കയറിയപ്പോൾ അവർക്കും മടുത്തു. കാരണം ഇവന്മാർക്ക് എന്തിനാ വെറുതെ തിന്നാൻ കൊടുക്കണേ എന്ന് വിചാരിച്ചായിരിക്കും അവർ പ്രതികരിച്ചത്. എന്തായാലും ഇങ്ങനെ നാണം കിട്ടുക, അതായത് ഒരു നാണം ഇല്ലാത്തവൻ്റെ കൂടെ നടന്നിട്ടാണ് നിങ്ങൾക്ക് ഈ നാണക്കേട് ഈ പരിപാടി ചെയ്യണമെന്ന് മനസ്സിലായി. കാര്യം പറഞ്ഞാൽ എന്തോന്ന് കൂളത്തരാണ് ഈ രണ്ടുപേരും. ഇവർക്കൊന്നും പണിയെടുത്ത് തിന്നാൻ കിട്ടില്ലേ? ഈ മാഹി മൂവാറ്റുപുഴ ഓട്ടോറിക്ഷ ഓടിക്കണമെന്നല്ല പറഞ്ഞേ. ആ ഓട്ടോറിക്ഷ ഓടിച്ച് നല്ലൊരു പൈസ കിട്ടുള്ളൂ ദിവസം. അഭിലാഷാട്ടയം പിന്നെ പണിക്കൊന്നും പോണില്ലെന്ന്, പണിക്ക് പോകണുണ്ടല്ലോ, ഏതോ ഒരു നോട്ടീസ് കൊടുപ്പോ അങ്ങനത്തെ പരിപാടി ഇല്ലേ, ആ പരിപാടി ചെയ്താലും പൈസ കിട്ടൂലേ. വെറുതെ എന്തിനാണ് ഇങ്ങനെ ഫുഡ് ബ്ലോഗ് എന്നൊക്കെ പറഞ്ഞ് ഈ നാണം കെട്ട് തിന്നാൻ പോണത്? ഒന്നില്ലെങ്കിൽ കാശ് കൊടുത്തിട്ട് തിന്നാ, കൊള്ളിയില്ലെങ്കിൽ കൊള്ളിയില്ലെന്ന് പറയണം, അല്ലെങ്കിൽ നല്ലതാണെങ്കിൽ നല്ലതെന്നും പറയണം. അല്ലാണ്ട് ഇങ്ങനെ ഈ ഓസിന് നിന്നിട്ട് ഹോട്ടലുകാരുടെ തല്ലും കിട്ടി ഇറങ്ങിപ്പോരേണ്ട വല്ല കാര്യവും ഉണ്ടാവും? എനിക്ക് തോന്നല്ല.